അപ്പൊ മുത്തശ്ശി, ഇതോടുകൂടി നമ്മുടെ മത്സരം തീരുകയല്ലേ? അതെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് വിജയെ പ്രഖ്യാപിച്ച് സമ്മാനം കൊടുക്കാം. ഓഹോ, എനിക്ക് തോന്നുന്നു ആരെങ്കിലും ഒരാൾ ഭക്ഷണം കഴിച്ച് നോക്കിയിട്ട് സമ്മാനം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ? അല്ല, പ്രിയങ്ക ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ, കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാരും ഈ അവസ്ഥയിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ലല്ലോ. ഏട്ടത്തി, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. മത്സരത്തിൽ എന്ത് റിസൾട്ട് വന്നാലും ഞാനത് സഹിക്കാൻ തയ്യാറാ. നിങ്ങൾ പറഞ്ഞു മത്സരിക്കാതെ വിളമ്പാൻ നോക്ക്. എന്തായാലും ആദ്യം ഞാൻ തന്നെ കഴിച്ചു നോക്കാം. വിളമ്പിക്കാം. എന്താ രണ്ടുപേരൊന്നും മിണ്ടാത്തെ? അല്ല, കഴിച്ചു കഴിഞ്ഞൊരു അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങക്ക് കഴിച്ചു തുടങ്ങായിരുന്നു. ഓ, അവിടുന്ന് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പ്രതീക്ഷിക്കണ്ട. നീ കഴിക്കാൻ നോക്ക്. ആ, ഗംഭീരായിട്ടുണ്ട്. കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം. പ്രിയങ്ക മോളെ, കഴിഞ്ഞ ദിവസത്തെ ഭക്ഷണം മോശമായപ്പോ ഞാൻ കരുതി മോളെ കൊണ്ട് ഈ ഒരു കാര്യത്തിന് കഴിയില്ലെന്ന്. പക്ഷേ മോളുടെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി. ഭക്ഷണം കെങ്കേമം. വെളുപ്പിനെ എഴുന്നേറ്റതാ മോള്. ഓരോന്നുണ്ടാക്കി പിന്നെ ഓരോന്ന് മാറ്റിയും മറിച്ചുമൊക്കെ ലക്ഷ്യം സാധിച്ചല്ലോ. അത് വീട്ടിലെപ്പോഴും അച്ഛൻ പറയുമായിരുന്നു, കഴിവുകളെ എത്ര വലിയ താഴിട്ട് പൂട്ടി വെക്കാനും പറ്റില്ല, കൃത്യസമയത്ത് അത് പുറത്തിറങ്ങുമെന്ന്. വരുൺ, എന്താ നിന്റെ അഭിപ്രായം? ആ, ഇത് നന്നാവുമെന്ന് എനിക്കറിയാമെന്ന് വെച്ചാ. കാരണം അത് ഉണ്ടാക്കിയത് എന്റെ പെണ്ണല്ലേ.